ഫൈനലി ഞാൻ ക്ലോസ്ഡ് പെർഫെക്റ്റ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചിക്കൻ മന്തിൻ്റെ റെസിപ്പി കണ്ടുപിടിച്ചു ഗൈസ്. അതിൻ്റെ ഒരു ലുക്കും ആ ഒരു ഫീലും എല്ലാം ഒരു റെസ്റ്റോറൻറ്റ് ടച്ച് ഉണ്ടായിരുന്നു. ഒരുപാട് മന്തിൻ്റെ റെസിപ്പീസൊക്കെ വീട്ടിൽ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഒരിക്കലും ആ ഒരു മന്തിക്ക് കിട്ടിയിട്ടുണ്ടായില്ലായിരുന്നു. ബട്ട് ദിസ് വൺ വാസ് സോ ക്ലോസ്. പക്ഷെ ചെറിയൊരു മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിന്. അത് നിങ്ങൾക്ക് പറ്റാണ്ടിരിക്കാൻ വേണ്ടി ടി വിയിൽ ഫുള്ളായിട്ട് കാണാം. അപ്പോൾ ഞാൻ തലേന്ന് രാത്രി ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിന്. അപ്പോൾ മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് എല്ലാം മിക്സിയിൽ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. ഇതിൻ്റെ എല്ലാം മെഷർമെൻറ്റ്സ് ഞാൻ ക്യാപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഇനി ഞാനിവിടെ നല്ല 4 ലെഗ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ വലിയ ലെഗ് പീസസ് ആണ്. ഇതന്നെ എടുക്കണമെന്നൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പേസ്റ്റ് ആക്കി വെച്ച മസാലാസ് ഇട്ടിട്ട് നല്ലോണം അതൊന്ന് മിക്സ് ആക്കി എടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊരു പ്ലാസ്റ്റിക് റാപ്പൊക്കെ ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പോട്ടിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് നമ്പർ 1 ആണ്, ടു മച്ച് സ്പൈസസ് ചേർത്തു. അപ്പോൾ സ്പൈസസ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുകയെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ആയതിന് ശേഷം കുറച്ച് ഉള്ളിയും മുളകും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്യാപ്സിക്കം അതിലിട്ടിട്ട് മിക്സ് ആക്കി കൊടുക്കാം. പിന്നെ കുറച്ച് ഹോൾ സ്പൈസസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതും ഒന്ന് മിക്സ് ആയതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് നമുക്ക് ഒരു ഹാഫ് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതാ എൻ്റെ മിസ്റ്റേക്ക് നമ്പർ 2. അതിലേക്ക് പോകുന്നു. വേറെ ഒന്നുമല്ല, ഞാൻ ഒരുപാട് ചിക്കൻ ക്യൂബ് ഇട്ടുപോയി. കുറച്ച് റൈസിനെ ഓവർ പവർ ചെയ്തു പോയി. വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ 15 മിനിറ്റ് സോക്ക് ചെയ്ത സെല്ല റൈസ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ആക്കിയിട്ട് മേലിൽ കുറച്ച് ഫോയിൽ ലെയർ ചെയ്തതിന് ശേഷം അതിലിങ്ങനെ ഹോൾ ഇട്ടു കൊടുത്തു. അതിൻ്റെ മേലിലായിട്ട് നമ്മൾ ഇന്നലെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കനും ഇതുപോലെ വെച്ച് കൊടുക്കാം. എന്നിട്ട് വേറൊരു ഫോയിലിനെ കൊണ്ട് അത് കവർ ചെയ്തിട്ട് ഒരു 40 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 40 മിനിറ്റ്സിന് ശേഷം ഇത് ഞാൻ തുറന്നു നോക്കാന്ന്. ചിക്കനെല്ലാം നല്ലോണം കുക്കായിന്. നമ്മളെ റൈസും പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ടുണ്ട്. ആ ഒരു ഫോയിൽ എടുത്ത സമയത്ത് വീട് മൊത്തം ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ മന്തിൻ്റെ സ്മെല്ലായിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണേ, അല്ലെങ്കിൽ ആ ഒരു പച്ചക്കുത്ത് പോവില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ, നമ്മളെ മന്തി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ദിസ് ഈസ് സോ ഈസി ടു മേക്ക്. ആൻഡ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നില്ല, ഇത് അടിപൊളിയാണ്.